ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ല ചൂടൊക്കെയാണല്ലേ, അതുപോലെ നോമ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലൊക്കെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തു കൊടുക്കുക. റാഗിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുത്താറി, അങ്ങനെയൊക്കെ പറയും ഈ ഒരു പൊടീനെ. ഇനി ആ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കട്ടവെള്ളം തരികളൊക്കെ ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ കട്ട കുത്തും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഇത് തിക്കാക്കിയിട്ടൊന്നും എടുക്കണില്ല, നല്ലൊരു ലൂസാക്കിയിട്ട് തന്നെയാണ് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ആ പൊടിയൊക്കെ ഒന്ന് വെന്തിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മിക്സീൻ്റെ ജാറിലേക്ക് ചൂടാറിന് ശേഷം ആ ഒരു പുല്ലുപൊടിയുടെ ഒരു കുറുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. 2 മീഡിയം സൈസ് ക്യാരറ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടാണ് ഇട്ടുള്ളതാണ് കേട്ടോ. കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 വിസിലും കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര എടുക്കുന്നില്ല, പകരം ഒരു 15 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് മാത്രമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈന്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴമൊക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് തിക്കായിട്ടൊന്നുമല്ല, ഇത് ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു 5-6 ആൾക്കോ ഒക്കെ ഉള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. തണവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസ് അല്ലാന്നുണ്ടെങ്കിൽ സബ്ജാ സീഡ്സ് ആയാലും മതി. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തണവൊക്കെ കിട്ടും നമ്മുടെ ശരീരത്തിന്. കസ്കസും സബ്ജാ സീഡ്സും ഒക്കെ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഡ്രിങ്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം. തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ തണുപ്പിക്കാതെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ റാഗിപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും കാഷ്യും അതുപോലെ ഈന്തപ്പഴമൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് ഒരു മീഡിയം മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്